പ്രിയ സുഹൃത്തുക്കളെ, 2026 മാർച്ച് 25 ലോകസഭയിൽ അവതരിപ്പിച്ച FCRA ബില്ല്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണല്ലോ ഇത്. ഇതേതാണ്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ ബില്ലെന്ന് അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ പറയുകയും ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെ ലക്ഷ്യമിട്ടാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരാണ് ഇത് നടത്തുന്നത് സംശയമില്ലാത്ത കാര്യമില്ല. പിന്നെ ഇപ്പോൾ സോപ്പിട്ട് പൊതിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ബില്ല് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരാണെന്നും ഒരു സംശയമില്ലാത്തൊരു കാര്യം. അതുകൊണ്ടാണല്ലോ മേലധ്യക്ഷന്മാരെല്ലാം ഒന്നൊഴിയാതെ എല്ലാവരും ഒരുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെതിർത്ത് സംസാരിച്ച്, അതിനോട് ഇപ്പോൾ ഈ പുതിയ ഘട്ടങ്ങളിലൊക്കെ ചില പാർട്ടിക്ക് അനുഭാവികളായിട്ട് വന്നുപോയ ചില ക്രൈസ്തവ നാമധാരികളൊക്കെ പിതാക്കന്മാരെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നതും കേൾക്കാനിടയായി. അത് രാഷ്ട്രീയം, ഇതേക്കുറിച്ച് പ്രത്യേക അഭിപ്രായമൊന്നും പറയുന്നില്ല. എങ്കിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ധാരണ ഉണ്ടാകേണ്ടതാണ്. അതായത് 12 അധികം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയിട്ട് പരിധിയില്ലാത്ത വിധത്തിൽ അക്രമങ്ങളുടെ നിര തന്നെ ഉണ്ടായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഠിനമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കും. ഇത് അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന 10 മടങ്ങൊന്നും അല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ ഇപ്പോൾ FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇത് തന്നെ 2010 അവതരിപ്പിച്ച ഒരു നിയമം പാസ്സാക്കിയാണ്. പല പ്രാവശ്യം ഭേദഗതി അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 2010 അവതരിപ്പിച്ചിട്ട് 2016 2018 2020 എല്ലാം ഭേദഗതി പടിപടിയായിട്ടുണ്ടായെങ്കിൽ ഇത് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതി ഏറ്റവും മാരകമാണ് എന്ന് ആളുകൾ പറയുന്നു. അത് എങ്ങനെയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആളുകൾ തയ്യാറാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ബോധ്യമുള്ള നിയമവിദഗ്ധരായ ആളുകൾ ഇതിൻ്റെ കുറവുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, പോരായ്മകളെയൊക്കെ പറഞ്ഞ്, അതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ പറഞ്ഞ് ഇപ്പം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പോരാ, കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇതിലൂടെ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങൾ പടുത്തുയർത്തിയ, ദശകങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ, എന്തെല്ലാം സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം എന്ന് വേണ്ട ദേവാലയങ്ങൾ വരെയും പിടിച്ചെടുക്കാനുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. അത് പിന്നീട് അത് ഇഷ്ടമുള്ളവർക്ക് കൈമാറാം, അത് തന്നെ ലേലം വിളിക്കാം, അത് വിൽക്കാം. എന്നിട്ട് വിദേശ ഫണ്ട് ഭാഗികമായി സ്വീകരിച്ചിട്ടുള്ള പദ്ധതികൾക്കും ഇത് ആപ്ലിക്കബിളാണ്. ഭാഗികമായി സ്വീകരിച്ചാലും അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും അതാത് കാലഘട്ടത്തിലെ നിയമം അനുസരിച്ച് തന്നെയാണ് ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അവിതർക്കിതമായ കാര്യമാണ്. അങ്ങനെയാണല്ലോ. അല്ലാത്തിടത്ത് ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാനുള്ള നിയമം ധാരാളമായിട്ട് ഇപ്പം നിലവിലുണ്ട്. അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ വിപിലിൻ്റെ ഉദ്ദേശം വളരെ, ഈ അവതരിപ്പിച്ച ആൾ തന്നെ പറഞ്ഞു, അതായത് നിർബന്ധിത മതപരിവർത്തന നടത്തുന്നവർക്ക് എതിരെയാണ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായുള്ള കാര്യം. അത് വളരെ ക്രൂരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ആളുകൾ പറയുമ്പോൾ അത് പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ്. ഇത് മറ്റ് രാജ്യങ്ങൾ, ഇറാനിലൊക്കെ ആണെങ്കിൽ സുവിശേഷം പറയുകയോ ചെയ്തു പോയെങ്കിൽ അങ്ങനെ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന രീതിയായിരുന്നു ഖമേനിക്കുണ്ടായിരുന്നത്. 40,000 പേരെയൊക്കെ വെടിവെച്ച് കൊണ്ടെന്നാണ് കേൾക്കുന്നത്. അത് അവർ പച്ചയ്ക്ക് അങ്ങ് വെടിവെച്ച് കൊല്ലുക. ഇവിടെ ഇപ്പോൾ കൊല്ലാതെ കൊല്ലുന്ന രീതിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ, FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരുന്നാൽ നടപടിയെടുക്കാം. പുതുക്കി കിട്ടുന്നത് ആരാ കൊടുക്കേണ്ടത്? പുതുക്കി കൊടുക്കേണ്ടത് സർക്കാർ ഏജൻസി തന്നെയാണ്. അപ്പം മനഃപൂർവ്വം പുതുക്കി കൊടുക്കാതിരിക്കാം. മദർ തെരേസ നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ എന്ത് മാത്രമുണ്ട്. അതിൻ്റെ പല സ്ഥാപനങ്ങൾക്കും FCRA നിരോധിച്ചു. അതുകൊണ്ട് പലയിടത്തും നിന്നുപോയി. കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്നുപോയി, പല സ്ഥലങ്ങളിൽ നിന്നുപോയിട്ടുണ്ട്. രണ്ടാമത്തത്, റദ്ദാക്കി ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരിക്കുക. നമ്മൾ അത് വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയെങ്കിൽ തന്നെയും അത് പിന്നെ മറ്റൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടെങ്കിൽ പുനഃപരിശോധിക്കുക, അതായത് പുനഃസ്ഥാപിക്കാതിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും വേണമെങ്കിൽ റിട്രോആക്റ്റീവ് ആക്ഷൻ വെച്ചുകൊണ്ട് അത് വീണ്ടും നടപടി ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ്.
മൂന്നാമത്തെ നിലവിലെ ലൈസൻസ് സറണ്ടർ ചെയ്യുക. ഇതാണ്ട് സറണ്ടർ ചെയ്തു, നീ വേണ്ട എന്ന രീതിയിൽ കൊടുത്താലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കെണി നോക്കണം. ലൈസൻസ് പുതുക്കുന്നത് സർക്കാർ, റദ്ദ് ചെയ്യുന്നത് സർക്കാർ, സ്വത്ത് ഏറ്റെടുക്കുന്ന സർക്കാർ, ഒരേ അതോറിറ്റി തന്നെ. അതായത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്നാണ് പറയുക. ഈ അതോറിറ്റിക്ക് സിവിൽ അധികാരം കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അധികാരം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഇത് ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ നൂലാമാലകളൊക്കെ വാസ്തവത്തിൽ നിയമവിദഗ്ധരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. എങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഞാൻ പറയുന്നു മാത്രമേ പഠിക്കേണ്ട കാര്യമാണ്. ഇത് സർക്കാർ എടുത്തുചാടി അങ്ങ് പാസ്സാക്കി വിട്ട് നിയമമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വലുതാണ്. അപ്പോൾ കോടതിയെ സമീപിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം വേറെ. എന്തായാലും ശരി, ഇന്ന് 21,933 FCRA ഇതിനകം റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് പറയും. 21,933. അതിൽ 1,218 കേരളത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് മദർ തെരേസയുടെ പല മഠങ്ങളുടെ FCRA റദ്ദ് ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പ്രവർത്തനം ആർക്കാ മട്ടം വരുന്നത്? പാവങ്ങൾക്ക്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ 5,000-ലധികം ജീവകാരുണ്യ സംരംഭങ്ങൾ ക്രൈസ്തവ സഭയുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നു. 5,000-ൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നിന്നുപോയാൽ ആർക്കാ പോകുന്നത്? ഇത് സാധാരണക്കാർക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണേ, ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ തീരെ പാവങ്ങളാതെ, അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെയല്ല, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി, അതിനകത്ത് ഏറ്റവും ഗൗരവമായി എങ്ങനെയാണ് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ നിയമം. അപ്പം ജീവകാരുണ്യം വേണ്ടെന്നും ഇതിനു മുമ്പ് പല RSS നേതാക്കന്മാരും പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവകാരുണ്യം വേണ്ടാന്ന്. ഇനി ജാർഖണ്ഡ് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾ അടച്ചുപൂട്ടിക്കുമെന്ന്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരതിന്റെ പിമ്പിൽ നിൽക്കുന്ന അതിന്റെ നീക്കം വളരെ കൃത്യമായി. ഇവിടെ എന്തെല്ലാം ചോപ്പിട്ട് പറഞ്ഞാലും ശരി, അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തെല്ലാം അനുകൂലമായിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ശങ്കിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയും തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു പിടിപ്പിച്ചു, അയ്യോ അത് തെറ്റിദ്ധാരണയാണ്, 2010-നേക്കാൾ കൂടുതൽ ഔദാര്യപൂർണ്ണമായിട്ട് നൽകിയിരിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റിയില്ല, കാരണം സർക്കാരിനെ നോക്കി പറഞ്ഞേ പറ്റുള്ളല്ലോ. പക്ഷെ വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് മതപ്രവർത്തന നിരോധന നിയമം ഇവിടെ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലാതെ തന്നെ ഇവിടെ നിയമം ഉണ്ടല്ലോ. പിന്നെ ഉണ്ടാക്കിയോടെ തന്നെ സംഭവിക്കുന്ന അക്രമങ്ങൾക്ക് ഒരു പരിധിയില്ലാതെ അനുവാദം കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 15,010 ഇപ്പം നിലവിലുള്ള സ്ഥാപനങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കും. 15,010 സ്ഥാപനങ്ങൾ നിലവിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഏകപക്ഷീയമായിട്ടാണ് നിയമം വരുന്നത്. മതപ്രവർത്തന നിരോധനം ഏകപക്ഷീയമായിട്ടാണ് വരുന്നത്, ആർക്കും ചർച്ച ചെയ്തിട്ടൊന്നും വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നിയമപ്രകാരമാണെങ്കിൽ കർവാപ്പസി നിർബന്ധിത മതപരിവർത്തനമല്ലേ? ബോധപൂർവം മനഃപൂർവ്വം മറ്റും 10-15 അല്ലെങ്കിൽ പല തലമുറയായിട്ട് ക്രൈസ്തവരായിട്ടുള്ള തിരിച്ചു കൊണ്ടുപോയി കർവാപ്പസിയിൽ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് അത് മതപരിവർത്തന നിരോധന നിയമമല്ലേ? ഒരു കർവാപ്പസിക്കാരൻ പോലും ജയിലിലില്ലല്ലോ. അതേസമയത്ത് എത്രമാത്രം പാസ്റ്റർമാരായി മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്നത് ജയിലിൽ കിടക്കുന്നു, മറ്റാരും ജയിലിലില്ല. അപ്പൊ ഇത് ഏകപക്ഷീയമാണെന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ നിയമപരമായി സ്വീകരിച്ച പണം കൊണ്ട് നിർമ്മിച്ച ആസ്തികളെയും ഒറ്റ ബില്ല് കൊണ്ട് സർക്കാർ കൈക്കലാക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിമ്പിലെന്ന് സംശയിച്ചാൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ തന്നെയിലൊന്നും സിവിൽ കോടതിക്ക് ഒന്നും അന്ന് ഇത് കോടതിക്ക് തടയാനുമാവാത്ത രീതിയിൽ ക്രമീകരിച്ചു വെച്ചിരിക്കണം. അതായത് ഒരാധാരം പോലും നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി സെയിൽസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, ആധാരത്തിന് തുല്യമാണെന്ന് പറയുമ്പം വാസ്തവത്തിൽ റദ്ദാക്കപ്പെടുകയില്ലേ? നിയമപരമായ അവകാശങ്ങൾ പോലും റദ്ദാക്കപ്പെടുകയില്ലേ അവിടെ ചെയ്യുന്നത്? സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് മനുഷ്യന് പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞങ്ങ് വെച്ചാൽ മതിയോ? അത് കാര്യമായ രീതിയിൽ പേടിക്കാനുള്ള രീതിയിലേക്ക് അതിന്റെ കറക്ഷൻ തിരുത്തുകൾ വരുത്തേണ്ടതല്ലേ? അപ്പോൾ ഈ BJP-ക്കാർ അതാണ്, പേടിക്കാനൊന്നുമില്ല, ആർക്കും പേടിക്കാനൊന്നുമില്ല. തന്നിൽ ചിലർ പറയുന്നത് കേട്ടു, തെറ്റ് ചെയ്യുന്നവർക്ക് പേടിക്കാൻ, അല്ലാത്തവർക്ക് പേടിക്കേണ്ട. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണോ അറസ്റ്റിലാക്കപ്പെടുന്നത് ഇവിടൊക്കെ ഇന്ത്യയിൽ? അപ്പൊ അതുകൊണ്ട് ഇത് പാകിസ്ഥാനിലെ മറനിന്ന പോലെ തന്നെ ഒരു നിയമമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ സിവിൽ കോടതിയുടെ അധികാരം പോലും അല്ല, സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെന്ന് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക്. അപ്പൊ എന്നാ ചെയ്യണം? അതിന്റെ ആ ഉടമസ്ഥ കൈ കെട്ടി വമ്പൻ ഹോസ്പിറ്റൽ പണി തീർത്തും. ഒരു വമ്പൻ ഹോസ്പിറ്റലിലും വിദേശ ഫണ്ടിന്റെ സഹായം കൊണ്ട് നടത്താൻ പറ്റില്ല. ഇനി ക്രൈസ്തവ സമൂഹത്തിന്റെ ആണെങ്കിൽ അത് എന്തും വലിയ വമ്പൻ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടെന്ന് പറയും ഫണ്ടിങ് ഏജൻസിയുടെ ഒന്നുമല്ല.
വിദേശ ക്രൈസ്തവ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികരും അവരുടെ സന്യാസിനികൾ അവർക്ക് കിട്ടുന്ന വേതനമാണ്. അപ്പൊ ഈ FCRA കൂടെ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അതാ ഈ പണ്ടെന്ന് ഇവിടെ പറയുന്നത്. അല്ലാതെ നേരിട്ട് വലിയ ഫണ്ടിങ് ഏജൻസിന് വമ്പൻ കോടി വാങ്ങിക്കുന്ന ഇടപാടൊന്നുമല്ല. വമ്പൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടത്തുന്നുള്ള ക്രൈസ്തവ സഭ എന്തുമാത്രം കോടാനുകോടി കടം വെച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് വഴി ഇതൊക്കെ തന്നെയാണ്. ആർക്കാ അതിൻ്റെ നഷ്ടം വരുന്നത് നിന്ന് പോയാൽ? അപ്പൊ ആർക്ക് നഷ്ടം വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം. ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി നിൽക്കുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിലെ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയേണ്ടതാണ്. ഇപ്പൊ ഇതിന് വാസ്തവത്തില് സത്യം പറഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായിട്ട് കേരളത്തിലല്ല വടക്കേനില്ല പ്രശ്നം. അവിടെ എന്നാ പ്രശ്നം? ഈ പഴയ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയാണ്. ആ ജാതി വ്യവസ്ഥയ്ക്ക് അധീനമായി നിലനിൽക്കുന്നതുകൊണ്ട് പണ്ടത്തേതുപോലെ തന്നെ ആളുകൾക്ക് അവർ അടിപ്പമ്പായിട്ട് കിട്ടുന്നില്ല. അതായത് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ ഈ കാണുന്ന ദലിതരും ആദിവാസികളൊക്കെ പെട്ടെന്ന് വളർന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ട് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ തൊട്ടു തീരാത്തവർക്ക് മുകളിൽ അധികാരത്തിലിരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ കീഴേ പോയി നിൽക്കുന്ന അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കരുത്. ഇതാണ് മിഷണറിമാരുടെ എതിർപ്പ്. വിദ്യാഭ്യാസം കൊടുക്കരുത്. അംഗക്കാട് കന്നുകാലികളെ നോക്കാൻ ആളിൽ നിന്ന് ഈ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിലൊക്കെ വലിയ സംഭവമല്ലേ? അതായത് കുലത്തൊഴിലായിട്ടുള്ള പറ്റുന്ന പല തൊഴിലുകളും ഇവിടെ ഞാൻ ഓർക്കാണ്. സീമസ് കോളേജ് പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ കോട്ടയം തിരുവനന്തപുരം ചേർന്ന് പവൻ സ്റ്റുഡിയോയുടെ സമീപേ ഈ ബാർബർ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൊക്കോണ്ടിരുന്ന ബാർബർ ഷോപ്പുകൾ പരമ്പരാഗതമായി ഒരു കുലത്തൊഴിൽ ഒരു വിഭാഗത്തിൻ്റെതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അതിനുള്ള ഒരു പഴയ കാരണവർ ഒരാൾ ഇരിപ്പുണ്ട്. മറ്റാരില്ല, വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ബംഗാളികളെയൊക്കെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ പണം മേടിക്കാൻ ഞാൻ ചോദിച്ചു, പണ്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ പോയച്ചാ, അവരൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിപ്പോയി, അവരൊന്നും ഈ പണിക്കിന് വരില്ല. അപ്പൊ ഇതാണ് വന്നിരിക്കുന്ന പരിവർത്തനം. കേരളത്തിൽ അത്രയും പരിവർത്തനം എന്നത് നമ്മൾ സ്വീകരിക്കുന്നു സന്തോഷത്തോടെ, അഭിമാനത്തോടെ. ഇന്ന് വടക്കേന്ത്യതല്ല. വടക്കേന്ത്യ അപ്പർ കാസ്റ്റ് ഈ 13% അധികാരം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രശ്നം മതപരിവർത്തനമൊന്നുമല്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ മിഷണറി ബന്ധം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടായി പാർലമെന്റ് നടക്കുക, നമ്മുടെ പാർലമെന്റ് മെമ്പേഴ്സൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ശരി, ഗൗരവമായി ഇത് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം തന്നെ ക്രൈസ്തവർക്ക് ഇപ്പം ന്യൂനപക്ഷ കമ്മീഷൻ അംഗത്വമില്ല. മറ്റുള്ളവരൊക്കെ ഉണ്ട്, പാഴ്സിയുണ്ട്, മുസ്ലിം പാക്കുണ്ട്, എല്ലാം ഉണ്ട്. ക്രൈസ്തവന് മാത്രമില്ല. അപ്പൊ ഈ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒഴിഞ്ഞു കിടക്കുന്നതോടെ എത്ര നാളായി? അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത 2022 വരെയോ മറ്റോ 20 വരെയോ മറ്റോ ജോർജ് കുര്യൻ അതിന്റെ കമ്മീഷന് മെമ്പറായിരുന്നു. അങ്ങേരുടെ കാലം ഒഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആളില്ല. ക്രൈസ്തവരായിട്ടുള്ള ആരും തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ഇല്ല എന്നുള്ളത് വാസ്തവത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം പരിപൂർണമായിട്ട് ഈ സമൂഹത്തെ അങ്ങ് തഴയുക എന്നുള്ളതിൻ്റെ അർത്ഥം അത് പുനഃസംഘടിപ്പിക്കാൻ 2000 ശേഷം ഒന്നിലധികം പ്രാവശ്യം ഈ കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചപ്പോഴും ക്രൈസ്തവരെ ഉൾക്കൊള്ളിക്കാൻ ആരും തയ്യാറായില്ല. അപ്പം എന്തോ ഒരു വലിയ വിരോധം പോലെ ഈ ഇത്രയും ചെറിയൊരു സമൂഹം ഇത്രയധികം നന്മ ഈ രാജ്യത്തിന് ചെയ്തിട്ട് ആ നന്മ അംഗീകരിക്കേണ്ട പോട്ടെ, പക്ഷേ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുക പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ട് 2025 ഏപ്രിൽ 12 ഇക്ബാൽ സിംഗ്ലാൽ പുരക് എന്ന് പറയുന്ന ആള് കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനമായിട്ട് ഒഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വരുന്ന സംഗതി എന്താ? ഇത് തന്നെ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു തരത്തിലും ഈ സമൂഹം മുമ്പോട്ട് ഇനി പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് സാഹചര്യങ്ങൾ കടന്നുകൂടുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള പ്രോസിക്യൂഷൻ ഈ പതിപ്പുറത്ത് നിരോധന നിയമം വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പീഡനങ്ങൾ, ക്രൈസ്തവ പീഡനങ്ങൾ ഇരട്ടിക്കുക ചെയ്ത് കേസുകൾക്ക് ഒന്നുകൂടി ഇടിയും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങളൊക്കെ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അത് തന്നെയല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിവിടെ നടക്കുന്ന ലോകം മുഴുവൻ അറിയാം. അതുകൊണ്ടല്ലേ അമേരിക്ക ഇപ്പോൾ RSകാരനെ അവിടെ നിരോധിക്കാൻ പോകുന്ന കേട്ടപ്പോൾ ഇവിടെ ഞെട്ടലുണ്ടായില്ലേ? അപ്പൊ ഇതിന്റെ റിയാക്ഷൻസ് അവിടെ വരുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് കൂടി തലപ്പത്തിരിക്കുന്ന ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള നമ്മുടെ ഭരണഘടന എങ്ങനെ മുൻപോട്ട് വെക്കുന്നു അതിന് വിരുദ്ധമായിട്ട് പോകാൻ പാടില്ല എന്നുള്ള മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ സുതാര്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെയുള്ള പിന്നെ ഈ പറഞ്ഞ ഭീകരപ്രവർത്തനം തടയാനാണ്, അല്ലെങ്കിൽ ദേശീയ താല്പര്യം സംരക്ഷിക്കുകയാണ് എന്നിങ്ങനെയും
ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖംമൂടി പോലെ ഇത് രാജ്യസുരക്ഷ ലക്ഷ്യം വെച്ചുള്ള നിയന്ത്രണങ്ങളാണ്. ഇതൊക്കെ തന്ത്രപരമായ മുഖംമൂടി എന്നുള്ള എന്ത് പറയാൻ പറ്റുന്നത്? അപ്പോൾ ന്യൂനപക്ഷ പീഡനത്തെ മറച്ചു വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നതും ഭയങ്കരമായ ജുഡീഷ്യറിക്ക് മാത്രം സാധ്യമായ അധികാരങ്ങളാണ് ഒറ്റ ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ കൈ കെട്ടിയിരിക്കുകയില്ലേ? ജുഡീഷ്യറിക്ക് മാത്രം സാധ്യമായ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഒറ്റ വ്യക്തിയാണ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ആളാകുമ്പം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. അപ്പോൾ ആ സ്വമേധയാ ഏത് തരത്തിലായാലും ശരി, ലൈസൻസ് സംബന്ധിച്ച് ഏത് കാര്യങ്ങളാണെങ്കിലും ഈ അതോറിറ്റിയിൽ അത് ചെയ്യുന്നത്, അത് പുതുക്കണോ വേണ്ടയോ എന്നുള്ളത് പുതുക്കാതിരുന്നിട്ട് നീട്ടിപ്പിടിച്ചിട്ട് അവസാനം നടപടി എടുത്താലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ഭൂമി മാത്രമൊന്നുമില്ല, കെട്ടിടങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും ഉപകരണങ്ങളും വരെ ജപ്തി ചെയ്യാനായിട്ട് സാധിക്കും. ജപ്തി ചെയ്യല്ല, ജപ്തിയാണെ വീണ്ടും വേണ്ട, ഇത് കൈമാറാൻ പറ്റും, ലേലം വിളിക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് FTRA എന്ന് പറയും, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് അത് ഗൗരവമായിട്ട് പഠനത്തിന് വിധേയമാക്കി വേണ്ട തിരുത്തൽ നടത്തണം എന്ന് അഭ്യർത്ഥിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.